ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് റേഷനരി വെച്ചൊരു വറ്റിച്ച ചോറ് ഉണ്ടാക്കിയാലോ? ഇതൊരു പഴമയുടെ ചോറാണ് കേട്ടോ. എൻ്റെ ഉമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ഉമ്മാക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചോറാണ് ഇത്ര വെച്ച് കൊടുക്കുക. അപ്പോൾ ബിരിയാണിയാണെന്ന് പറഞ്ഞ് എല്ലാവരും അടിപൊളിയായി കഴിക്കും അത്രേ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റെസിപ്പിയിലേക്കൊന്ന് പോവാം. ഏകദേശം ഒരു ബിരിയാണി മോഡലൊക്കെ തന്നെയാണ് കേട്ടോ വറ്റിച്ച ചോറ് വരുന്നത്. ഇപ്പോൾ റേഷനരിയാണ് കേട്ടോ നമ്മൾ ഇതിനെടുക്കുക. അപ്പോൾ 1 കിലോ റേഷനരി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 തണ്ട് കറിവേപ്പില, 3 തക്കാളി, 2 വലിയ ഉള്ളി, 7 പച്ചമുളക്, 5 വെളുത്തുള്ളിയുടെ അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ആവശ്യത്തിന് മല്ലിയില, 1 കപ്പ് തേങ്ങ. ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ടയും 3 കറാമ്പൂവും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. പിന്നീട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് എല്ലാം കൂടി വഴറ്റിയെടുക്കാം. ഇനി ചോറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ള റേഷനരിയാണ് കേട്ടോ വറ്റിച്ച് ചോറ് വെക്കാൻ എടുക്കുക. പിന്നെ റേഷനരി വേഗം വേവുന്നത് കൊണ്ടും ചോറ് വെക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക്, മല്ലിയില, ചിരകി വെച്ച തേങ്ങ ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെള്ളമൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാത്രമൊന്ന് അടച്ചു കൊടുത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അളന്ന് വെള്ളത്തിലിട്ട് വെച്ച അരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി പാത്രമൊന്ന് അടച്ചു വെക്കാം. അരി ഒന്ന് വേകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഇപ്പോൾ അരിയൊക്കെ കുറച്ച് വെന്തിട്ട് വെള്ളമൊക്കെ ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം വെള്ളമെല്ലാം വറ്റുന്നതിന് വേണ്ടി പാത്രം ഒന്നുകൂടെ അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ലെവലിലേക്ക് ഫ്ലെയിം മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ റേഷൻ കടയിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും 1 കിലോ വെള്ള അരിയും കൂടി മേടിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.